നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് വ്യത്യസ്തമായ ഫിഷ് കൊണ്ടുള്ള വ്യത്യസ്തമായ ഒരു വിഭവമാണ്. അത് കുക്കർ ഫിഷ്. ഈ മീനും കൊണ്ടാണ് നമ്മൾ കുക്കർ ഫിഷ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ പാനിൽ ഇത് ഒതുങ്ങത്തില്ല, അതുകൊണ്ട് നമ്മൾ കുക്കറിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും കുക്കറിൽ എങ്ങനെ വെക്കുമെന്ന്. അതാണ് ഇന്നത്തെ പുതിയ ട്രിക്ക്. ഇത് തിലാപ്പിയാണ്, നാട്ടിലെ തിലാപ്പിയ എന്ന് പറയുന്നത്. നമ്മൾ തിലോപ്പിന്ന് അങ്ങനെ എന്തൊക്കെയോ പറയും നാട്ടിൽ. സംഭവം മനസ്സിലായല്ലോ. അപ്പം ഇതിൻ്റെ ഇവിടുത്തെ പേര്, ഇസ്രായേലിന്റെ പേര് അമ്നോൺ അല്ലെ മൂഷ്ക് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ കണ്ണും കൂടെ അങ്ങ് ചൂഴ്ന്നെടുക്കണം. കണ്ണിനൊരു ഭംഗിയില്ല, കണ്ണ് നമുക്ക് വേണ്ട. അപ്പോൾ കണ്ണ് പടക്കെ എന്ന് പറഞ്ഞെടുക്കാൻ ഇതൊരു പ്രത്യേക നേക്കാണ്. പൊട്ടിപ്പോയാൽ പണിയാവും. കണ്ട, പൊട്ടിപ്പോകാതെ എടുത്തു. അടിപൊളി സെറ്റപ്പ് കണ്ടില്ലേ? നിമിഷ നേരം കൊണ്ട് കാര്യം തീർക്കും. നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കറിവേപ്പില, പച്ചമുളക്, പിന്നെ മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി. നമ്മൾ അത്യാവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട്. ഇതിന് ഇഞ്ചി വെളുത്തുള്ളി ഇച്ചിരി കുറവാണ് കേട്ടോ. ബാക്കിയെല്ലാം ഉണ്ട്. എരിവിനുള്ള നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ചെറുനാരങ്ങ ഉണ്ട്, അത് മറന്നുപോയി. ചെറുനാരങ്ങ ഇത് എവിടെ ഉണ്ട്. അപ്പോൾ ഒരു ചെറുനാരങ്ങ. ഈ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് പോകണേ. അടുത്തായിട്ട് നമ്മൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് മൊത്തം മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ അരച്ചെടുക്കാൻ പോവാണ്. അരച്ചതിന് ശേഷം നമ്മൾ മീനിൽ പിടിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നതാണ് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു വേറൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. വാഴയിലില്ല, അതുകൊണ്ട് നമ്മൾ ഫോയിൽ പേപ്പറാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് നാട്ടിൽ വേണമെങ്കിൽ വാഴയില ആദ്യം ഇട്ടിട്ട് പിന്നെ ഫോയിൽ വെച്ച് കവർ ചെയ്യാം. ഞങ്ങളിപ്പോൾ ഇവിടെ വാഴയില ഇല്ലാത്തതുകൊണ്ട് ഫോയിൽ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഫോയിൽ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഇപ്പോൾ ഭാഗത്ത് നമ്മൾ മസാല വരട്ടിയിട്ടില്ല. ഇവിടെയും കൂടെ അങ്ങോട്ട് ഇങ്ങനെ പരത്തിയിട്ട് നെയ്യായിട്ട് തന്നെ. സാധനം നന്നായിട്ട് പൊതിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രിഡ്ജ് വെക്കുകയാണ്, നല്ല അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഒരു അരമണിക്കൂർ കൂടെ നമ്മൾ വയ്ക്കത്തുള്ളൂ. അതിനുശേഷം നമ്മൾ കുക്കറിലേക്ക് കയറ്റുവാണ്. ഓക്കെ, ഇത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നൂലുകൊണ്ട് കെട്ടുവാണ്. പിന്നെ ഈ കുക്കറിൻ്റെ ഹോളിൽ കൂടിയാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ അതിനുള്ള ചെറിയ ട്രിക്സ് ഉണ്ട്. അത് ഇതിന് ശേഷം നമുക്ക് കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ചുറ്റുവാണ് ടൈറ്റായിട്ട്. ഇതിപ്പോൾ ഏകദേശം കണ്ട് ഈ മോഡലിൽ നമുക്ക് എടുക്കണം. ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഇങ്ങനെയാണ് നമ്മൾ ഇരുത്തുന്നത്. അപ്പോൾ ഇത് ഇരുത്തുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ വിസിൽ ഊരി ഈ ഹോളിൽ കൂടി ഇതിനൊരു ഹോളുണ്ട്. അപ്പോൾ ഇതിലെ കൂടിയാണ് നമ്മൾ എടുത്ത് പുറത്തേക്ക് വെക്കുന്നത്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാം. നമ്മളിതുണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇത് നമ്മൾ കെട്ടി വെക്കണം. സ്പൂൺ വെച്ചാൽ കെട്ടുന്നത്. കാരണം നമുക്ക് നാട്ടിൽ വേറെ ഓപ്ഷനൊന്നും ഇല്ലെങ്കിൽ സ്പൂൺ ഉണ്ടെങ്കിൽ മതി. അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ എടുത്ത് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ സാധനം ഇങ്ങനെ സെറ്റ് ചെയ്തോ. സ്പൂൺ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്താൽ മതി, സിമ്പിളായിട്ട്. കണ്ടില്ലേ? നമ്മൾ എന്നിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഈ പച്ചമുളകൊക്കെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് ഉള്ളെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഈ കുക്കറി വെക്കുന്നത് തന്നെ. നമ്മൾ ആദ്യം ഉപ്പുകല്ല്, ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഉപ്പുകല്ല് അങ്ങ് ഇടുന്നു. കണ്ട, ഉപ്പുകല്ല് ഇങ്ങനെ അങ്ങ് വെതറുന്നു.
ഉപ്പുകല്ല് വെതറാണ്. അപ്പം ശരിക്കും എന്നാ പറയാ, അടി പിടിക്കില്ല. അതുകൊണ്ടാണ് എന്താ പറയുക, അടിയിൽ കരിയില്ല. ഒരു അരമണിക്കൂർ നമ്മൾ വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെക്കണം കേട്ടോ. മസ്റ്റായിട്ട് ലോ ഫ്ലെയിം വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞ് പണ്ടാറിറങ്ങിപ്പോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം കുക്കർ ഓപ്പൺ ചെയ്യാൻ പോവാണേ. അപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റായി. നമ്മൾ പറഞ്ഞ് വിചാരിച്ചതിനേക്കാളും ഇച്ചിരി കൂടെ കൂടുതലായിട്ടുണ്ട്. കാരണം അതിൻ്റെ സ്മെല്ല് വരാനായിട്ട് നമ്മൾ നോക്കിയിരുന്നത് നല്ല സ്മെല്ലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യണം. ഒട്ടുകയില്ല ഒരു പ്രതീക്ഷയും. നല്ല കിട്ടുക്ക മണമാണ്. മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജാതി മണമാണ്. കണ്ട സാധനം വലിയ കുഴപ്പമില്ല. എന്തായാലും പൊട്ടാതെ കിട്ടിയത് വലിയ ഭാഗ്യം അല്ലേ ഭായി? പൊട്ടാതെ കിട്ടിയത് വലിയ ഭാഗ്യം. നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട്, കൂട്ടുകാരുണ്ട്, പക്ഷെ എല്ലാവരും നാണങ്ങിണിങ്ങിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സാധനം കിടുക്കൻ. നമ്മളിനി ഇത് ഓപ്പൺ ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ, കട്ടിയല്ലേ? കട്ടി. നമ്മളിപ്പോൾ സാധനം കട്ട് ചെയ്യാൻ പോവാണ്. കുക്കറിൽ ഉപ്പ് കുറച്ച് പാത്രത്തിൽ കൊണ്ടുണ്ടല്ലേ. ഓക്കെ, നമ്മൾ ഈ സ്പൂണ് പ്രത്യേകം നോക്കുക. നമുക്ക് വേറൊരു സാധനം ഇല്ലെങ്കിൽ ഇത് തന്നെ മതി. നമ്മള് വലിയ വലിയ സ്റ്റാൻഡേർഡ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണേ. കിടുക്കം വേണം അല്ലേ? ഒഴിവാ. ഞാൻ വെളുത്തുള്ളിയുടെയും മല്ലിയുടെയും കരിയേപ്പിൻ്റെയും നല്ല ഫ്ലേവറാണ് പോകുന്നത്. ഓപ്പൺ ചെയ്തോ. ചൂട്, നല്ല ചൂടല്ലേ? ഒരു ലെയർ ഓപ്പൺ ചെയ്യുമ്പോൾ ചൂട് ഓപ്പൺ ചെയ്യാൻ ആവി ഇറക്കുന്നുണ്ട്. ആവി എന്തിന്റെ മണം ശരിക്കും? മീൻ നല്ലപോലെ വെന്തിട്ടുണ്ടെന്നോ, നല്ല മണമുണ്ട്. ആവി നിന്ന് ആവി ഫോയിൽ പേപ്പറിനകത്തുനിന്ന് വെന്തിട്ടേ ആവി ഇറക്കുന്നു. നോക്കിയേ. സെറ്റ്. സെറ്റിമസ. ഉരുളക്കിഴങ്ങൊക്കെ അങ്ങ് ചാടി പൊളിച്ച് സാധനം വെന്ത് കിടുക്ക സാധനം. കറക്റ്റ് ഉരുളക്കിഴങ്ങ് വെന്തില്ലേ? എന്നാ ടേസ്റ്റ്. എന്താ പൊന്നെ, കലക്കി. എന്തായാലും അടിപൊളിയല്ലേ? പൊളി. ഇവന് കഴിക്കുന്നിടത്തൊക്കെ പോകും. അപ്പം നമ്മുടെ മീന് മനുവും, നമ്മുടെ ഇതാണ് മനു. ഇത് നമ്മുടെ ബിൻ്റെ ബ്രോ, കുറച്ച് പ്രായം കൂടുതലാണ്, അതുകൊണ്ട് അതാണ് ബ്രോ എന്ന് വിളിച്ചത്. അതുകൊണ്ട് നമ്മൾ ഈ സാധനങ്ങൾ രണ്ടുപേരും കൂടെ ടേസ്റ്റ് ചെയ്യുന്നതാണ്. നാരങ്ങ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. ഇതിവിടുത്തെ മുറ്റത്തിലുള്ള നാരങ്ങയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ പച്ച കളറ്. അപ്പോൾ നിങ്ങളത് വേഗം ഒന്ന് കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയും. അതിന് ഉരുളക്കിഴങ്ങ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടുണ്ട് നല്ല. ഓക്കെ, എന്നാലും എന്തോ അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? ടേസ്റ്റ് എങ്ങനെയാ? അതിന്റെ പച്ചമുളക് കിട്ടല്ലേ? മുളകിന്റെ ഫ്ലേവർ പിടിച്ചിട്ടുണ്ട് ആണല്ലേ? മുള്ളു നല്ല പിടിച്ചത്. മുളകിന്റെ ഇഞ്ചിയുടെ കറക്റ്റ് നമ്മളെ ടേസ്റ്റ് നാക്കി കിട്ടുന്നുണ്ട്. ആണല്ലേ? കപ്പയുടെ അതല്ലേ? ഞാൻ ഇത് കഴിഞ്ഞിട്ട് വന്നോളാം കേട്ടോ. മീനോട് ടേസ്റ്റ് ഇല്ലേ? മീനോട് സൈഡിൽ നിന്നൊക്കെ പിടിച്ചാൽ മതി കേട്ടോ, എനിക്ക് ഇച്ചിരി കഴിക്കണ്ട. ഞാൻ ഒന്ന് മോനെ കിട്ടില്ലല്ലേ?
എല്ലാം ഫ്ലേവർ ഉള്ളിൽ പിടിച്ചിട്ടുണ്ട്. അതിന്റെ ഫ്ലേവർ കൂടുതലായിട്ട് മുളകിന്റെ മുളകിന്റെ ഒക്കെ അല്ലേ? കറക്റ്റ് എല്ലാം അങ്ങ് കയറിയിരിക്കും അല്ലേ? നല്ലുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ കുക്കറിൽ തന്നെ ചെയ്യണത്. കുക്കർ കറക്റ്റ്. എനിക്ക് പിന്നെ അതാണ് കറക്റ്റ്. കാരണം നമ്മൾ ആ പാനിലിട്ട് ഉള്ളിൽ ഡ്രൈ ആവുന്നേക്കാളും കറക്റ്റ് ആവി കയറിയിട്ടാണ് നമ്മൾ പുഴുങ്ങി ആ ഒരു ഫീൽ ഉണ്ട്. കറക്റ്റ് നല്ല ടേസ്റ്റ് എല്ലാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും നഷ്ടപ്പെടുത്തൂല. നമുക്ക് രാവിലല്ലേ ഇത് ചെയ്യുന്നത്. നമ്മള് മീനകത്തുള്ള ഐറ്റംസ് ഒന്നും പോകത്തുമില്ല. കാരണം ആ ഫോയിൽ പേപ്പറിനകത്ത് ഉള്ളിൽ നിന്ന് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് നല്ലപോലെ വെന്ത് നോക്കി കണ്ടോ തൊട്ട് കഴിഞ്ഞ് പൂവിന് ഇളങ്ങി വരിക. നല്ല വെന്തിട്ടുണ്ട്. കഴിച്ചോക്കെ. അപ്പം നമ്മളിവിടുന്ന് കഴിക്കുകയാണ്. അപ്പം സംഭവം എല്ലാം അവർ അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുവാണല്ലേ? അടുത്ത ദിവസം കിടിലം വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഞെക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ ബൈ. ബൈ ബൈ.